ഹലോ കൂട്ടുകാരെ, ദിസ് ഇസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? എനിക്കും ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ജീവനാണ്. കടയിലെല്ലാം പോയി നാം ചോക്ലേറ്റ് മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം നിറയെ സാധനങ്ങളായിരിക്കും. നാം ചോക്ലേറ്റ് മേടിക്കാൻ മാത്രമല്ലല്ലോ കടയിലേക്ക് പോകാറ്. അപ്പോൾ നിരവധി സാധനങ്ങളും മേടിച്ചതിന് ശേഷമായിരിക്കും പലപ്പോഴും നാം ചോക്ലേറ്റുകളെല്ലാം മേടിക്കാം. അങ്ങനെ കടക്കാരൻ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കവർ സമ്മാനിക്കും. ഒരു പക്ഷേ പണം നൽകിയിട്ടോ അല്ലെങ്കിൽ പണം നൽകാതെയോ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ നമുക്ക് നൽകാറുണ്ട്. നാം അത് സന്തോഷത്തോടെ മേടിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് കവർ നമ്മുടെ വീടിൻ്റെ വെളിയിലേക്ക് നാം കളയാറുണ്ട്. ഇപ്രകാരം നാം കളയുന്ന പ്ലാസ്റ്റിക് കവറുകൾ എത്രമാത്രം അപകടം പിടിച്ച ഒരു വസ്തുവാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നാം കളിച്ചും ഉല്ലസിച്ചും നടക്കുന്ന നമ്മുടെ ഈ കൊച്ചു ഭൂമിയെ വളരെയധികം ബാധിക്കുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ആഗോളതലത്തിൽ കണക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു വർഷത്തിൽ 100,000,000 ജീവിവർഗങ്ങളാണ് പ്ലാസ്റ്റിക് മൂലം മരണത്തിന് കീഴ്പ്പെടുന്നത്. അത് കടലിലാകട്ടെ കരയിലാകട്ടെ. എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് കവറുകൾ മൃഗങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കുന്നത്? നമുക്കൊരു പക്ഷേ സംശയം വന്നേക്കാം. അത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാരണക്കാർ എന്ന് പറയുന്നത് നാം ഓരോരുത്തരും തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് നാം ഉപേക്ഷിക്കുന്നതായ പ്ലാസ്റ്റിക് കവറുകൾ അത് ശരിയായ രീതിയിൽ അതിനെ ഡീകമ്പോസ് ചെയ്യാതെ നാം ഉപേക്ഷിക്കുമ്പോൾ മൃഗങ്ങൾ അത് ഭക്ഷണമാണ് എന്ന് കരുതി അത് ഭക്ഷിക്കുവാനായിട്ട് തുടങ്ങും. പ്ലാസ്റ്റിക് ഒരിക്കലും ഭക്ഷണയോഗ്യമായിട്ടുള്ളൊരു സംഗതിയല്ല. ഈ പ്ലാസ്റ്റിക് ഈ മൃഗങ്ങൾ ഭക്ഷിക്കുന്നതിലൂടെ അവരെന്തായിത്തീരുന്നു? മരണത്തിന് കീഴ്പ്പെടുന്നു. ഇതൊരിക്കലും മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ കടലിലെ ജീവിവർഗങ്ങൾക്കോ മാത്രം ബാധിക്കുന്ന ഒരു സംഗതിയല്ല. ഇത് ഇൻഡയറക്ട്ലി മനുഷ്യനെയും അസുഖങ്ങൾ ബാധിക്കുന്നതിനും അല്ലെങ്കിൽ മരണത്തിന് അല്ലെങ്കിൽ ശാരീരിക പ്രയാസങ്ങൾക്കെല്ലാം വഴിവെക്കുന്നുണ്ട്. പലതരം ക്യാൻസറുകൾ മറ്റ് പ്രയാസങ്ങളെല്ലാം ഈ പ്ലാസ്റ്റിക് മൂലം നമുക്കും സംഭവിക്കുന്നു. പലപ്പോഴും ഭക്ഷണം പൊതിയുന്ന ഈ പ്ലാസ്റ്റിക് കവറുകൾ വലിയൊരു അപകടമാണ് എന്ന് തിരിച്ചറിയുന്നത് വളരെ വൈകിട്ടായിരിക്കും. മൃഗങ്ങളും കടൽ ജീവികളും മാത്രമല്ല ഈ പ്ലാസ്റ്റിക്കിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്. മനുഷ്യരായ നാം ഓരോരുത്തരും കൂടെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ദൂഷ്യവശങ്ങൾക്ക് ഇരയായി തീരുന്നുണ്ട്. പലപ്പോഴും പല രോഗങ്ങൾക്കും ഇത് കാരണമായി തീരാറുണ്ട്. ഇപ്രകാരം ശരിയായ രീതിയിൽ നാം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാതിരിക്കുമ്പോൾ പല അപകടങ്ങളും, ചർമ്മരോഗങ്ങൾ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അങ്ങനെ നിരവധി അസുഖങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട്. ചില സമയങ്ങളിൽ കൊതിയൂറുന്ന ഭക്ഷണങ്ങൾ പൊതിഞ്ഞു വരുന്ന പ്ലാസ്റ്റിക് കവർ നാം അങ്ങനെ തന്നെ എടുത്തു കളഞ്ഞ് ഭക്ഷിക്കാറില്ലേ? ഈ ചൂടേറിയ ഭക്ഷണം ഈ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് കൊണ്ടുവരുമ്പോൾ അവിടെ പല കെമിക്കൽ റിയാക്ഷനുകളും സംഭവിച്ച് അത് നമ്മുടെ ശരീരത്തിനെ തിന്മയായിട്ട് ഭവിക്കുന്ന രീതിയിൽ സംഭവിക്കാറുണ്ട്. അത് എൻ്റെ കൊച്ചു കൂട്ടുകാരെ, പ്ലാസ്റ്റിക് പലപ്പോഴും വലിയ ഒരു അപകടം തന്നെയാണ്. അത് നമുക്കും നമ്മുടെ സമൂഹത്തിനും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ? പ്ലാസ്റ്റിക് നമുക്ക് ഒരു പരിധിവരെ ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. പക്ഷേ ഒരു മാക്സിമം അളവിൽ നമുക്ക് പ്ലാസ്റ്റിക്കിനെ ഉപേക്ഷിക്കാതിരിക്കാനായിട്ട് മാക്സിമം അളവിൽ നമുക്ക് പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാം. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കടകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇനി മുതൽ പ്ലാസ്റ്റിക് കവറുകൾ ഉപേക്ഷിക്കാം. പ്ലാസ്റ്റിക് കവറുകൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സാധനങ്ങൾ മേടിക്കുക? ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടായേക്കാം. വൺ ടൈം യൂസ്ഡ് ആയ പ്ലാസ്റ്റിക് കവറുകളാണ് നാം ഉപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് പേപ്പർ ബാഗുകൾ ശീലമാക്കാം. മണ്ണിൽ അലിഞ്ഞു ചേരുന്നതിന് പ്ലാസ്റ്റിക്കിനേക്കാളും എളുപ്പമാണ് കടലാസ് ബാഗുകളെല്ലാം. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു കടലാസ് ബാഗ് തയ്യാറാക്കാം. നിങ്ങൾ റെഡിയാണോ? നമുക്ക് പേപ്പർ ബാഗ് ഉണ്ടാക്കാം. വരൂ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് പേപ്പർ ബാഗ് നിർമ്മിക്കാം. ഇവിടെ ഞാൻ നിർമ്മിക്കാൻ പോകുന്നത് ചോക്ലേറ്റ് പേപ്പർ ബാഗാണ്. അതിൽ ചെറിയ ഒരു സൈസുള്ള ഒരു പേപ്പർ ബാഗാണ് നിർമ്മിക്കുന്നത്. അതിനായി നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ചാർട്ട് പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കളർ A4 പേപ്പറാണ്. അപ്പോൾ നമുക്ക് കാണാം സ്ക്രീനിൽ എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് നമുക്ക് കാണാം.
ആദ്യമായിട്ട് നമ്മൾ ഈ കളർ പേപ്പർ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയൊരു പേപ്പർ ബാഗാണ് നിർമ്മിക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് ചെറിയ ഒരു A4 പേപ്പർ എടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യാനുസരണം ന്യൂസ് പേപ്പറുകളോ അല്ലെങ്കിൽ കട്ടിയുള്ള ചാർട്ട് പേപ്പറുകളോ ഉപയോഗിക്കാം. അങ്ങനെ ആദ്യമായിട്ട് നാം പേപ്പർ എടുത്തു. പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി, മുഴുവനായിട്ട് മടക്കരുത്, ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ മടക്കി ആദ്യ ഭാഗം മടക്കിയതിന് ശേഷം പേപ്പറിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇതുമായിട്ട് ബന്ധിപ്പിക്കാം. എന്നിട്ട് ഈ ബന്ധിപ്പിച്ച ഈ ഭാഗത്ത് നമുക്ക് പശ തേക്കാം. പശ തേച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ഒട്ടിച്ച് ഇതുപോലെ ഒരു ഷേപ്പിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ അടിഭാഗം, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ അടിഭാഗം നമുക്ക് ഒരല്പം മുകളിലോട്ടായിട്ട് ഒന്ന് മടക്കേണ്ടതുണ്ട്. അങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും തിരിച്ച് നാം ഈ കോർണർ ഭാഗം ഒന്ന് താഴെ ഭാഗത്തേക്ക്, മടക്കിയ ഭാഗത്തിൻ്റെ കോർണർ ഭാഗം നാം വീണ്ടും താഴോട്ട് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ മടക്കണം. അതിൻ്റെ രണ്ട് വശവും നമുക്ക് മടക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതുപോലെ മടക്കാം. ഇങ്ങനെ നമുക്ക് ആദ്യം ഒന്ന് മടക്കി നോക്കാം. താഴെ നിന്ന് മുകളിലോട്ടും, മടക്കിയ ഭാഗത്തിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് മുകളിലോട്ടും, മുകളിൽ നിന്ന് താഴോട്ട് നമുക്കൊന്ന് മടക്കി നോക്കാം. ഈ മടക്കിയതിന് ശേഷം നമുക്കിവിടെ പശ തേച്ച് ഈ മടക്കിയ ഭാഗത്ത് നമുക്ക് പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ നാം നമ്മുടെ അടിഭാഗം ഒട്ടിച്ചു. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു രൂപം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗം ഒന്ന് ഇപ്രകാരം ഇതുപോലെ ഒന്ന് മടക്കേണ്ടതുണ്ട്. രണ്ട് സൈഡും ഇതുപോലെ നമുക്ക് മടക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്കൊന്ന് നിവർത്തി നോക്കാം. ഉൾഭാഗം നമുക്കിനി എങ്ങനെയുണ്ട് എന്ന് നോക്കാം. നാം ഇങ്ങനെ മടക്കിയിരുന്ന ആ സൈഡ് ഭാഗം നമുക്ക് മടക്കി നമുക്കിപ്പോൾ കാണാം ഏകദേശം അതിൻ്റെ ഉൾഭാഗം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല അത്യാവശ്യത്തിന് നമുക്ക് ചോക്ലേറ്റുകളെല്ലാം ഇട്ട് വയ്ക്കാൻ പാകത്തിനുള്ള ഒരു വലിപ്പം ഇതിലുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പിടിക്കുവാനുള്ള ഒരു ഭാഗം തയ്യാറാക്കലാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ പേപ്പറിൻ്റെ പിടിക്കുവാൻ വേണ്ടി രണ്ട് ഹോൾ നമുക്ക് നമ്മുടെ പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഹോൾ ഉണ്ടാക്കാം. അല്പം ശ്രദ്ധിച്ച് രണ്ട് സൈഡിലും ഹോൾ ഇടാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ നാം ഹോൾ അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹോളൊക്കെ അടിച്ചു ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൂളൻ ത്രെഡ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് കെട്ടി ഒന്ന് കറക്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ പേപ്പർ ബാഗിന് വേണ്ടിയിട്ട് നമുക്ക് വൂളൻ ത്രെഡ് എത്രത്തോളം മതി, ധാരാളമാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് എന്ന് വെച്ചിട്ട് ഈ ഹോളുകളിൽ കൂടെ ഒന്ന് നമുക്ക് എടുക്കാം. ഇത് കൂടെ എടുത്ത് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ഈ രണ്ട് അറ്റം തമ്മിലൊന്ന് കൂട്ടി ഒന്ന് കെട്ടേണ്ടതുണ്ട്. അഴിഞ്ഞു പോകാത്ത രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കെട്ടാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഇത് കാണുന്നത് പോലെ ഹാൻഡിലായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചോക്ലേറ്റുകളെല്ലാം ഇതിനെല്ലാം നിർമ്മിക്കാനായിട്ട് സാധിക്കും, ഇതിലെല്ലാം ഇട്ട് വയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് പിടിക്കാനുള്ള
ഒരു സംഗതി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ ഒരു പേപ്പർ ബാഗാണ് ഞാൻ നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പഴയ ന്യൂസ് പേപ്പറുകൾ ഉപയോഗിച്ചിട്ടോ, ഞാൻ മുൻപ് സൂചിപ്പിച്ചു പഴയ ന്യൂസ് പേപ്പറുകൾ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ, കളർ ചാർട്ട് പേപ്പറുകൾ കട്ടിയുള്ളത് നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ പേപ്പർ ബാഗുകളൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അത്യാവശ്യം വെയിറ്റൊക്കെ ഇത് താങ്ങുന്നതാണ്. നമുക്കതൊന്ന് കാണാം. ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പേപ്പർ ബാഗ് നാം നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ വെയിറ്റ്, ഇത് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സാധാ A4 സൈസ് കളർ പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നമുക്ക് ഇടാനായിട്ട് സാധിക്കും. ഇപ്പോൾ അത് എത്രമാത്രം താങ്ങും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു പേപ്പർ വെയിറ്റ് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും പേപ്പർ വെയിറ്റ്. ഈ പേപ്പർ വെയിറ്റ് ഇട്ടിട്ട് നമുക്ക് നോക്കാം ഇത് ഭാരം താങ്ങുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കി നോക്കാം. വെയിറ്റ് താങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പേപ്പർ വെയിറ്റും കൂടെ വേണമെങ്കിൽ ഇടാനായിട്ട് സാധിക്കും. കാരണം ഇത് അത്യാവശ്യം വെയിറ്റ് താങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് അടിഭാഗം കാണുവാനായിട്ട് സാധിക്കും. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ചെറിയ പേപ്പർ ബാഗാണ്, നമുക്ക് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ട് സാധിക്കുന്ന ചെറിയ പേപ്പർ ബാഗാണ്. നമുക്ക് ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ ഒരല്പം കൂടെ കട്ടിയുള്ള പേപ്പറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിക്കും. അത് ഓക്കെയാണ്. മൊത്തത്തിൽ നമുക്കറിയാം മോഡലെല്ലാം. ഞാനിപ്പോൾ ഇതിലൊന്നും കളർ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സൊന്നും ഒട്ടിച്ചിട്ടില്ല. നിങ്ങൾ പേപ്പർ ബാഗ് നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഹീറോസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരോ അവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഓരോ ചിത്രങ്ങളെല്ലാം വരച്ച് നിങ്ങൾക്ക് കൂടുതൽ മനോഹരമാക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കാണാം, വളരെ നന്നായിട്ടുണ്ട്. കാണാനൊക്കെ അടിപൊളിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലൊരു പേപ്പർ ബാഗ് നിർമ്മിക്കണം. നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങൾ നിർമ്മിച്ച നിങ്ങളുടെ പേപ്പർ ബാഗിൻ്റെ സ്റ്റാറ്റസ് ഇടണം എന്നും കൂടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് നിങ്ങളുടെ സ്വന്തം ടോമച്ചൻ. ബൈ.